PSC അംഗങ്ങൾക്ക് വൻ ശമ്പള വർധന. ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടാൻ മന്ത്രിസഭാ തീരുമാനം. ജില്ലാ ജഡ്ജിക്ക് ലഭിക്കുന്ന പരമാവധി ശമ്പളം ചെയർമാന് ലഭിക്കും. ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങളും കൂടും. തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ച് ഡിവൈഎഫ്ഐ. ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തി ക്ഷണിക്കുന്ന ഫോട്ടോ പുറത്തുവിട്ട നേതാക്കൾ. ക്ഷണം നിരസിച്ചെങ്കിലും ആശംസ നേർന്ന തരൂർ. ഡിവൈഎഫ്ഐയുടെ ദുഷ്ടലാക്ക് തരൂർ മനസ്സിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും മരണം. മരിച്ചത് തൃശൂർ താമരവെള്ളച്ചാലിൽ പ്രഭാകരൻ. കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകവെ. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടിവെച്ച് കോടനാട് എത്തിച്ച് ചികിത്സ തുടങ്ങി. സംസ്ഥാനത്ത് പുതിയ മദ്യനയം വൈകും. വ്യവസ്ഥകളിൽ മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തീരുമാനം നീട്ടി മന്ത്രിസഭായോഗം. ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായ മാറ്റങ്ങൾ വേണമെന്ന് മുഹമ്മദ് റിയാസ്. കൂടുതൽ ഇളവുകൾക്ക് ശ്രമിക്കണമെന്ന് പി രാജീവ്. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് മന്ത്രി കെ രാജൻ. എന്നിട്ട് റിട്ടേൺ പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത്. എന്നിട്ട് പുള്ളിക്കാരത്തി അപ്പം കരയാൻ തുടങ്ങി, ആള് വിതുമ്പാൻ തുടങ്ങി. അവർ പേടിക്കുന്നുണ്ട്, നമ്മളെ ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമുക്കിതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് തീർക്കുക, വിഷയങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് ആളെ കൂളാക്കി അവിടെ കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച്. എന്നിട്ട് ഞാൻ മുളവാട് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത്. കൊച്ചിയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയത് ഞാറയ്ക്കൽ സ്വദേശി ജോർജിന്റെ സമയോചിതമായ ഇടപെടൽ. രാത്രി സൈക്കിളിൽ പോകുന്ന കുട്ടിയെ കണ്ട് ജോർജ് പോലീസിനെ അറിയിച്ചു. കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാതിരുന്നത് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതിനാൽ. ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ കണ്ണടച്ച സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 10ാം ദിവസത്തിൽ. നാളെ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരും തലസ്ഥാനത്തെത്തും. 2 മാസത്തെ കുടിശ്ശിക നൽകാമെന്ന് സർക്കാർ. സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ.